നമസ്കാരം. മൃഗങ്ങളെ ബന്ധിക്കുന്ന പോലെ മനുഷ്യരെ വിലങ്ങുവെക്കുന്ന ഉദ്യോഗസ്ഥർ. കൈയും കാലും ബന്ധിക്കപ്പെട്ട് വിമാനത്തിലേക്ക് കയറുന്ന ജനങ്ങൾ. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട 40 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളായിരുന്നു ഇത്. ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് തിരിച്ചയക്കുന്നതിനെതിരെ ഇന്ത്യയിൽ ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഈ ദൃശ്യങ്ങൾ ട്രംപിൻ്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടത്. അന്യഗ്രഹ ജീവികൾ എന്ന് അർത്ഥം വരുന്ന ഏലിയൻ എന്ന വാക്കാണ് ദൃശ്യങ്ങൾക്ക് അടിക്കുറിപ്പായി ഉപയോഗിച്ചത്. ഗംഭീരം എന്ന പ്രതികരണത്തോടെ ഇലോൺ മസ്കും ദൃശ്യങ്ങൾ പങ്കുവച്ചു. തീർന്നില്ല. അമേരിക്ക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തിയതിന് പിന്നാലെ ഇന്ത്യയെ തള്ളിപ്പറയുകയുമാണ് ട്രംപ്. 100% ഇറക്കുമതി തീരുവ ഈടാക്കുന്ന ഇന്ത്യയിൽ എന്തിനാണ് ടെസ്ല കമ്പനി ഫാക്ടറി തുടങ്ങുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ധനസഹായം വെട്ടിക്കുറച്ചതിനെയും ട്രംപ് ന്യായീകരിക്കുകയാണ്. ഇന്ത്യക്ക് എന്തിനാണ് ഇത്രയ്ക്ക് പണം എന്നായിരുന്നു ചോദ്യം. And $21 million for voter turnout in India. Well, why are we giving $21 million to India? They got a lot of money. They're one of the highest taxing countries in the world in terms of us. We can hardly get in there because their tariffs are so high. We're giving $21 million for voter turnout. It's voter turnout in India. ഇന്ത്യയെ കൈവിട്ടോ ട്രംപ് എന്നാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ബിജു തട്ടില. അദ്ദേഹം കേംബ്രിഡ്ജ് മേയർ ആണ്. അതോടൊപ്പം തന്നെ ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, അദ്ദേഹം ട്രംപ് അനുകൂലിയാണ്. നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ മിഥുൻ വിജയകുമാർ, രാഷ്ട്രീയ നിരീക്ഷകർ എന്നിവരാണ്. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, താങ്കൾ ഉൾപ്പെടുന്ന പാനൽ ഇന്നലെ ഇതേ സമയം ചർച്ച ചെയ്തത് ഇന്ത്യയിലേക്കുള്ള ടെസ്ലയുടെ വരവിനെ കുറിച്ചായിരുന്നു. ഇന്ത്യയെപ്പോലൊരു രാജ്യം ടെസ്ലയുടെ വരവിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് എന്ന് ആ ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതുമാണ്. അത് വാഹനപ്രേമികൾ മാത്രമല്ല, ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് ഗുണകരമാകും. ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. കാർ വിപണിയിൽ തന്നെ ഒരു മത്സരത്തിന് സാധ്യതയുണ്ടാകും. അപ്പോൾ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കാര്യക്ഷമതയുള്ള വാഹനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ ആയിരുന്നു ഉയർന്നു വന്നത്. ഇപ്പോഴിതാ ഇതേ ടെസ്ലയെ തന്നെ, അല്ലെങ്കിൽ ടെസ്ലയുടെ നിർദ്ദേശങ്ങൾ അത്രമേൽ ഗൗനിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ അത്രമേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ടെസ്ല അല്ലെങ്കിൽ ഇലോൺ മസ്ക്, ഇവിടെ ഈ സംഭാഷണം താങ്കൾ അത് കേട്ട് കാണും, ഇനി ആവർത്തിക്കേണ്ടതില്ല. ഇതാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷമുള്ള ട്രംപിന്റെ നിലപാട്. എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? നോക്കൂ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ആദ്യം സൂചിപ്പിച്ച ഏലിയൻ എന്ന് പറയുന്ന ഒരു റിമാർക്ക്, അത് ഇന്ത്യയിലെ ഏലിയൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ലീഗൽ ടെർമിനോളജിയാണ്. അത് ലീഗൽ കോണ്ടെക്സ്റ്റിൽ അമേരിക്കൻ സിറ്റിസൺ അല്ലാത്ത മറ്റാരെയും ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ആരെയും അവർ ഏലിയൻ എന്ന് തന്നെയാണ് ലീഗൽ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത്. അപ്പം അത് ഇന്ത്യയിൽ നിന്ന് ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഫ്രേസ് ഒന്നുമല്ല. പിന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് താങ്കൾ ആലോചിക്കണം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ചാണ്. അതായത് അമേരിക്കയിലേക്ക് അനധികൃതമായി കടന്നുകൂടിയ ആളുകളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് തന്നെ. ഒരു രാജ്യത്തിന്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഭീഷണിയായി മാറുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഇവിടെ അവർക്ക് കുറച്ചുകൂടെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. അപ്പം അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരെ ഇങ്ങോട്ടേക്ക് കടത്തി അയക്കുന്നത് അവരുടെ അമേരിക്കയുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ SOP പറയുന്ന പ്രകാരമാണ് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് ഒരു രീതിയിലും നമുക്ക് അതിനെ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു അതോറിറ്റി നമ്മുടെ കയ്യിലില്ല. കാരണം അവരവിടേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ വഴി എത്തിപ്പെട്ട ആളുകളല്ല. അവർ അനധികൃതമായിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള പാത്വേസിലൂടെ ഒരു രാജ്യത്തേക്ക് കടന്ന ആളുകളാണ്. അവിടെ ശ്രീ മിഥുൻ, താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യ അതിനെ സ്വാഗതം ചെയ്തതാണ്. വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം ആദ്യമേ തന്നെ വന്നത് അതിനെ പിന്തുണയ്ക്കുന്നു, നിങ്ങൾ തിരിച്ചയച്ചുകൊള്ളൂ എന്നുള്ളതാണ്. അവിടെയാണല്ലോ ഈ തിരിച്ചയക്കുന്ന രീതിയാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. അതായത് ഈ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പോലെ, ഒരുപക്ഷെ താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ അതെല്ലാവരോടും ഉണ്ടോ എന്ന സംശയം പോലും ഉണ്ടാകുന്നു. ഇത്രമേൽ കൈകാലുകൾ ബന്ധിച്ച് കയറ്റിവിടുന്നു. അത് കയറ്റിവിട്ടതിന് ശേഷം ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ ആഘോഷമാക്കി മാറ്റുന്ന തരത്തിലാണ് ഇന്നത്തെ ആ വീഡിയോ പുറത്തുവിടുന്നത്.
അത് വൈറ്റ് ഹൗസ് തന്നെ ഒഫീഷ്യലി പുറത്തുവിടുകയാണ്. അതിപ്പോൾ ഇന്ത്യക്കാരുടേത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടേത് മാത്രമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും സാമാന്യമായ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട, അവിടെ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകരമായ പ്രവൃത്തികളിൽ, ഈ പറയുന്നത് പോലെ അനധികൃതമായ കുടിയേറ്റം എന്നത് കുറ്റകരമാണ്, അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ, ഇപ്പോൾ കൊലപാതകമൊക്കെ പോലെയുള്ള വലിയ ശിക്ഷ ലഭിക്കുന്ന ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളവരല്ലല്ലോ ഇത്. നോക്കൂ അഭിലാഷ്, ഇവിടെ ഈ പറയുന്ന ഒരു ലീഗൽ പ്രൊസീജിയർ അതിനുശേഷമാണ് ഇവരെ ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ കടത്തി അയക്കുന്നത്, ഡിപ്പോർട്ട് ചെയ്യുന്നത്. ശരി. അപ്പൊ അതിനു മുമ്പായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയം മുതൽക്ക് ഒരു ലീഗൽ പ്രൊസീജിയർ, ഒരു പ്രോസസ് അവിടെ ഉണ്ട്. അപ്പം ആ ലീഗൽ പ്രോസസ് പ്രകാരം അവർക്ക് ഇമിഗ്രേഷൻ ജഡ്ജിനോട് പ്രൊസീഡിങ്സിന്റെ സമയത്ത് വേണമെങ്കിൽ വോളണ്ടറി ഡിപ്പാർച്ചർ ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ അവരത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. വോളണ്ടറി ഡിപ്പാർച്ചറിന് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ തിരികെ പോകണം എന്നുള്ളതാണ് ഒരു പ്രോസസ്സ്. പക്ഷെ വോളണ്ടറി ഡിപ്പാർച്ചർ വേണ്ട, ഞങ്ങൾക്കൊരു എന്താ പറയാ പോസിബിൾ ഡിപ്പോർട്ടേഷൻ മതി എന്ന രീതിയിൽ അവരവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാ പ്രോസസ്സും അറിയാവുന്ന ആളുകളാണ്. ഒന്നും അറിയാതെ പെട്ടെന്നൊരു ദിവസം അവരെല്ലാവരും പിടിച്ചു കെട്ടി ഇങ്ങോട്ട് അയച്ചതല്ല. അപ്പം എല്ലാ രീതിയിലും അമേരിക്ക അവരുടെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ SOP പറയുന്ന പ്രകാരം അതിൽ റെസ്ട്രെയിൻസ് ഉപയോഗിക്കാം എന്ന നിയമമുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, ഇവരൊക്കെയാണല്ലോ ഈ പറയുന്ന മനുഷ്യാവകാശങ്ങളും അല്ലെങ്കിൽ റെഫ്യൂജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അതിൽ പോലും റെസ്ട്രെയിൻസ് ഉപയോഗിക്കുന്നതിനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. പിന്നെ വൾനറബിൾ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, കുട്ടികൾ, ഇവരൊന്നും ഇങ്ങനെ റെസ്ട്രെയിൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് അവർ കൃത്യമായി പാലിക്കുന്നുണ്ട്. അപ്പം ഇല്ലീഗലായിട്ട് ഒരു രാജ്യത്ത് കടന്നു കയറിയ ആളുകളെ എങ്ങനെ ആ രാജ്യം തിരിച്ചയക്കണമെന്നത് അവരുടെ ഒരു എന്താ പറയുക കസ്റ്റംസിന്റെ എൻഫോഴ്സ്മെന്റ് പ്രകാരമുള്ള, ഇമിഗ്രേഷന്റെ എൻഫോഴ്സ്മെന്റ് പ്രകാരമുള്ള SOP പറഞ്ഞത് പ്രകാരമുള്ള രീതിയിലാണ് അവർ തിരിച്ചയക്കുന്നത്. അപ്പം ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് ഡിപ്പോർട്ടേഷൻ, ഇവർക്ക് 2 വോളണ്ടറി ഡിപ്പോർട്ടേഷൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണുള്ളത്. പക്ഷെ പോസ്റ്റ് ഡിപ്പോർട്ടേഷൻ വഴി തിരിച്ചു വരുന്ന ആളുകൾ US വിസ ബാൻ അല്ലെങ്കിൽ 5 മുതൽ 10 വർഷം വരെയുള്ള ഒരു വിസ ബാൻ ഒക്കെയാണ് കിട്ടുന്നത്. അപ്പം ഒരു വോളണ്ടറി ഡിപ്പോർട്ടേഷൻ അവർ ഓപ്റ്റ് ചെയ്തിട്ടില്ല. അവർക്ക് അറിയാവുന്ന കാര്യമായിരുന്നു, അവർക്ക് വേണമെങ്കിൽ അങ്ങനെ വരാമായിരുന്നു. പക്ഷെ അങ്ങനെ വരണ്ട എന്ന് തീരുമാനിച്ച് ഒരു പോസ്റ്റ് ഡിപ്പോർട്ടേഷൻ ചാനലിലൂടെ മാത്രമാണ് ഇവർ തിരിച്ചു വരുന്നത്. മാത്രമല്ല ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അവിടേക്ക് ഇല്ലീഗലി കടന്നു കൂടി കഴിഞ്ഞാൽ അത് അവരുടെ രാജ്യസുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പക്ഷെ ന്യായീകരിക്കുന്നതിന് പകരം ഈ 2 രാജ്യങ്ങളും എങ്ങനെയാണ് ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള ഈ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ എങ്ങനെ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ലീഗൽ ചാനൽ വഴിയുള്ള അല്ലെങ്കിൽ ലീഗൽ പാത്വേസിലൂടെ മാത്രം ആളുകൾ എങ്ങനെ പോകണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചായിരിക്കേണ്ടിയിരുന്ന ഒരു പക്ഷേ നമ്മുടെ ചർച്ച. തീർച്ചയായും അങ്ങനെ പ്രോത്സാഹിപ്പിക്കലല്ല, പക്ഷേ തീർച്ചയായും ശ്രീ മിഥുൻ, ഇവിടെ ഇതാ ഈ നാട് കടത്തി എന്നതിന് ശേഷം ഇതാ വൈറ്റ് ഹൗസ് തന്നെ ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെയാണ്, എക്സ് അക്കൗണ്ടിലൂടെയാണ്. ഞാൻ താങ്കളിലേക്ക് വരെ ഇപ്പോൾ ബിജു തട്ടില കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അഡ്വക്കേറ്റ് ബിജു തട്ടില, ഇപ്പോൾ ഈ ചർച്ചയിൽ വിൻസൻ അല്പസമയത്തിനകം ജോയിൻ ചെയ്യും. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് തന്നെയാണ് തത്സമയം ജോയിൻ ചെയ്യുന്നത്. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. താങ്കൾ മറ്റൊരു രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്, UK ഇരുന്നു കൊണ്ടാണ്. ഇപ്പോൾ ഈ ഇങ്ങനെ വിലങ്ങ് വെച്ചുകൊണ്ട് ആളുകളെ എത്തിച്ച ഒരു നടപടി അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് അമേരിക്കയ്ക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. അത്തരം എതിർപ്പുകൾ പല രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നടക്കം വലിയ പ്രതിഷേധങ്ങളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും അതിൽ എന്ത് ചർച്ചയാണ് അല്ലെങ്കിൽ എന്ത് സംഭാഷണമാണ് ഇന്ത്യ നടത്തിയത് എന്നത് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതിനെ ആഘോഷമാക്കി മാറ്റുകയാണ് വീണ്ടും വൈറ്റ് ഹൗസ് എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. ദൃശ്യങ്ങൾ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിടുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കൃത്യമായി ചങ്ങലക്കൂട്ടമാണ് കാണാൻ സാധിക്കുന്നത്. കൈകാലുകൾ ബന്ധിച്ച് ഓരോരുത്തരെ പരിശോധനകൾ നടത്തി കയറ്റിവിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്ത് സന്ദേശമാണ് ഈ ദൃശ്യങ്ങളിലൂടെ അമേരിക്ക നൽകുന്നത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അഡ്വക്കേറ്റ് ബിജു തട്ടില, താങ്കളൊന്ന് അൺമ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാമോ? സോറി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ഷൻ ഈസ് അൺഅക്സെപ്റ്റബിൾ, ഡിപ്ലോറബിൾ ആൻഡ് ഡീഗ്രേഡിങ്. അതിന്റെ കാരണം എന്റെ സഹപാനലിസ്റ്റ് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് കൃത്യമായ റിസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യാം. ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റിന്റെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന 2 സെന്റൻസ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
the conduct of the transfer and removal of detained aliens via charter and commercial air transportation, air charter operation, transport detained aliens ordered to removed from the United States to their respected country of origin. അപ്പോ ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് വെബ്സൈറ്റിൽ ഫാക്ട് ഷീറ്റിൽ കൊടുക്കുന്നു, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ SOP മറ്റെന്തോ പറയുന്നുണ്ട് എന്ന് പറയുന്നതിൽ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. 2024 സെപ്റ്റംബറിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1000-ഓളം ആളുകൾ ഇന്ത്യയിലേക്ക് തന്നെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി, ഇവരെല്ലാം ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിലോ ചാർട്ടേഡ് ഫ്ലൈറ്റിലോ ആണ്. അതായത് പലരും പറയുന്നത് ഞാൻ കേട്ടു, അതായത് ഈ റിസ്ട്രെയിൻഡ് യൂസ് ചെയ്യാനുള്ള അവകാശം SOP കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, റിസ്ട്രെയിൻഡ് കൊടുക്കാൻ റിസ്ട്രെയിൻഡ് മസ്റ്റ് ബി റീസണബിൾ. എന്റെ ചോദ്യം, ഹാൻഡ്കഫ് വെക്കുകയും ചെയിനിൽ ഇടുകയും ആ ആളെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അൺറീസണബിൾ റിസ്ട്രെയിൻ ആണ്. അത് ഞാൻ പറഞ്ഞതല്ല, സെറ്റ് ഓഫ് ലോ ആണ്. അപ്പോ കൃത്യമായും മറ്റ് രാജ്യങ്ങളിൽ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന അമേരിക്കക്കാരോട് ഇവരെ വെക്കാനോ ഇവരെ അവിടെ കീപ്പ് ചെയ്യാനോ ഒന്നും അല്ല അവിടെ ആരും പറയുന്നത്. വി ടേക്ക് ദ പോയിന്റ്, ഇവര് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു അവർ വന്ന രാജ്യത്തിലേക്ക് തിരിച്ചുവിടുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അബു ഖത്താഡ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ടെററിസ്റ്റ് അലിഗേഷൻ ഫേസ് ചെയ്തിരുന്ന ഒരു ആളുണ്ടായിരുന്നു UK. അദ്ദേഹത്തെ ജോർദാൻ ഗവൺമെന്റിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള ടെററിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഈ രാജ്യത്ത് നിന്ന് ബ്രിട്ടനിൽ നിന്നും ഡിപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻവോക്ക് ചെയ്ത് ആദ്യം ഹൈക്കോടതിയിൽ പോയി, പിന്നീട് സുപ്രീം കോടതിയിൽ പോയി, പിന്നീട് അദ്ദേഹം യൂറോപ്യൻ കോടതിയിൽ പോയി. ഇവിടെ എല്ലാം പോയി അദ്ദേഹത്തിന്റെ എല്ലാ ലീഗൽ അവന്യൂസും എക്സോസ്റ്റ് ആയപ്പോ അദ്ദേഹത്തിനെ ബ്രിട്ടൻ ഡിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ശരി, ആ ഡിപ്പോർട്ട് ചെയ്യാൻ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഡേവിഡ് ക്യാമറൂണും അന്നത്തെ ഹോം സെക്രട്ടറി തെരേസ മേയും ജോർഡാനിയൻ എംബസിയുമായി ജോർഡാനിയൻ കൗണ്ടർ പാർട്സുമായി അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി അദ്ദേഹത്തെ ഇവിടുന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റില് അദ്ദേഹം കൈവീശി നടന്ന് കയറി പോകുന്ന വീഡിയോ നിങ്ങൾ BBC സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ശരി, പക്ഷേ അത് ആ രാജ്യത്തിന്റെ, ഇപ്പോൾ താങ്കൾ പറയുന്നത് UK-യുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അത് എനിക്ക് തോന്നുന്നു മിഥുന ആദ്യം സൂചിപ്പിച്ചത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പോളിസികളുണ്ട്, അവിടുത്തെ രാജ്യത്തെ നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നല്ലേ ശ്രീ ബൈജു തട്ടില പറഞ്ഞത്? അങ്ങനെയാണ് എങ്കിൽ ഈ 2024 ഈ 1000-ഓളം ആളുകളെ ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇതേ രീതിയിൽ കൊണ്ടുവരാതിരുന്നത്? ഇതിൽ യഥാർത്ഥ ദ ഫാൾട്ട് ലൈസ് നമ്മുടെ, ഇതിപ്പോ ഞാൻ പറയാം, കോസ്റ്ററിക്ക ഗവൺമെന്റ് US-മായി സ്ട്രക്ക് എ ഡീൽ. അവരുടെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ അങ്ങോട്ട് വിടുകയും അവരെ കൊണ്ടുവരികയും ചെയ്യുന്ന ഡീൽ നടന്നു. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിന് ഇവരുമായി ഇതിലൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുകയും നമ്മൾ ഫ്ലൈറ്റ് കൊടുക്കുകയും തിരിച്ചു കൊണ്ടുവരാൻ മേലാത്തതും അവരെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കില്ല എന്നൊക്കെ പറയുന്നത് ഇസ് അട്ടർ സ്റ്റുപ്പിഡിറ്റി ആൻഡ് നോൺസെൻസ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഈ വന്ന് പെട്ടിരിക്കുന്നവർ കൂടി ഇന്ത്യക്കാരാണ്. നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ മറൈൻ ഷൂട്ട് ഇറ്റലിയിലുണ്ടായി, നമ്മുടെ അവിടെ മറൈൻ 2 ആളുകൾ ഷൂട്ട് ചെയ്ത കേസിൽ ഇറ്റലിയിൽ അവരുടെ അംബാസഡർ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. ടേക്ക് ദ പോയിന്റ്, ദേ വേർ ഇല്ലീഗൽ, അതിനൊരു സംശയം എനിക്കില്ല. ഇല്ലീഗൽ ആണെങ്കിൽ തന്നെയും അവരെ മറ്റൊരു രാജ്യത്തേക്ക്, അവരുടെ രാജ്യത്തേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്നതിന് സെറ്റ് പ്രസിഡന്റ് ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റിന്റെ വെബ്സൈറ്റ് അവർ കൊടുത്തിരിക്കുന്നതാണ്. അത് വ്യക്തമാണ്. ഞാൻ നിർമ്മലിലേക്ക് പോകുന്നതിന് മുമ്പ് മിഥുൻ ആ സമയത്ത് അദ്ദേഹത്തിന് എന്തോ സംസാരിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മിഥുൻ ഇതിൽ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ഞാൻ ആ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ ചങ്ങല ഇട്ട് ബന്ധിച്ച് കൊണ്ടുവരുന്ന വിഷയം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ നിർമ്മലിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാം വളരെ പെട്ടെന്ന്. നോക്കൂ, യൂസ് ഓഫ് ഫോഴ്സ് ആൻഡ് റിസ്ട്രെയിൻസ് എന്ന് പറയുന്ന ഐസിന്റെ പോളിസി പ്രകാരമാണ് അവർക്ക് ഉപയോഗിക്കുന്നത്. അതിൽ ആക്സെപ്റ്റബിൾ അൺആക്സെപ്റ്റബിൾ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അല്ലെങ്കിൽ അതിൽ അൺആക്സെപ്റ്റബിൾ എന്താണെന്നുള്ള ഡെഫിനിഷൻ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അൺആക്സെപ്റ്റബിൾ എത്രത്തോളം അൺആക്സെപ്റ്റബിൾ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും?
അത് ഒരു പക്ഷേ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അൺആക്സെപ്റ്റബിൾ എന്ന് പറയാം, പക്ഷെ അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ ആക്സെപ്റ്റബിൾ ആയിരിക്കും. കാരണം അവർ ഫോളോ ചെയ്യുന്നത് അവരുടെ ലോ ആണ്, അവരുടെ നിയമമാണ്. പിന്നെ ഈ പറയുന്ന പോലെ എയർക്രാഫ്റ്റ് യൂസേജിനെ കുറിച്ചും ഐസിന്റെ SOP കൃത്യമായി പറയുന്നുണ്ട്. അവർക്ക് മിലിറ്ററി എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം, അവർക്ക് ചാർട്ടേഡ് എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം. ഈ രണ്ടും യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഐസിന് അവിടെ ഉണ്ട്. അപ്പം ഏതിൽ കയറ്റി അയക്കണം, എങ്ങനെ കയറ്റി അയക്കണം എന്നത് അവരുടെ തീരുമാനമാണ്, അവരുടെ ഇന്റേണൽ വിഷയമാണ്. അതിൽ നമ്മൾക്ക് എങ്ങനെ കയറ്റി അയക്കണം അവർ തീരുമാനിക്കാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറ്റില്ല. പിന്നെ അതേ കാര്യം ഇന്ത്യ എയർക്രാഫ്റ്റ് ഒരു പക്ഷേ അങ്ങോട്ട് അയക്കേണ്ടിയിരുന്നു. അതിൽ എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ല. അങ്ങനെ ഒരു പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ ഐസിന്റെ പ്രൊസീജിയർ പ്രകാരമാണ് അവർ ഇങ്ങോട്ട് കയറ്റി അയച്ചത്. അതിൽ വേറെ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അവരെ നമുക്ക് ചാലഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ റിസ്ട്രെയിൻസ് യൂസ് ചെയ്യുമ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിലെ പ്രോട്ടോകോൾ അവർ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും അവർ റിസ്ട്രെയിൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ പ്രൊസീജിയർ പ്രകാരം അവർ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് വോളണ്ടറി ഡിപ്പാർച്ചർ എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഒരു നിയമത്തിന്റെ വഴിയിലൂടെ വന്നിട്ടാണ് ഈ ഫോഴ്സ്ഡ് ഡിപ്പോർട്ടേഷൻ എന്ന പ്രോസസ്സിലേക്ക് എത്തിയത്. അപ്പൊ ഈ ഫോഴ്സ്ഡ് ഡിപ്പോർട്ടേഷൻ എന്ന പ്രോസസ്സിലേക്ക് എത്തുന്നതിന് മുമ്പേ അവിടെ വോളണ്ടറി ഡിപ്പാർച്ചർ എന്ന ഓപ്ഷൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലോ. ഇവിടെ ഡിഗ്നിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിലല്ല അവരെ കയറ്റി അയച്ചത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു വോളണ്ടറി ഡിപ്പോർട്ടേഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് അവർ എടുത്തിട്ടില്ല. അവർ ഈ ഫോർമൽ ഡിപ്പോർട്ടേഷൻ ഓപ്ഷൻ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചതാണ്. അപ്പം അങ്ങനെ വന്ന ആളുകളെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രേഷൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇതിലേക്ക് എങ്ങനെ ആളുകൾ ഇതിലേക്ക് എത്തിപ്പെടുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെ എങ്ങനെ തടയാമെന്ന് ചർച്ച ചെയ്യുകയും, അല്ലെങ്കിൽ ലീഗൽ പാത്വേസിലൂടെ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പീപ്പിൾ എക്സ്ചേഞ്ച് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം, അതിനെക്കുറിച്ച് എന്തൊക്കെ സൊല്യൂഷൻസ് ഉള്ളത്. പക്ഷേ അങ്ങനെയും ഒന്നും നടന്നില്ലല്ലോ. ഇപ്പോൾ അമേരിക്കൻ സന്ദർശനം നടത്തിയപ്പോൾ പോലും താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ആശയവിനിമയം നടന്നിരുന്നുവെങ്കിൽ നേരത്തെ ബൈജു തട്ടിൽ പറഞ്ഞതുപോലെ ഈ അവരെ ഇവിടേക്ക് എത്തിക്കുന്നതിന്റെ രീതികളിൽ എങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമായിരുന്നില്ലേ? അല്ല, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണല്ലോ, നമ്മൾ ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയാൻ വേണ്ടിയിട്ട് എല്ലാ മുൻകൈ എടുക്കുന്ന ഒരു രാജ്യമാണെന്നും അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻസിന്റെ യാത്ര ഏറ്റവും കൂടുതൽ ലീഗൽ പാത്വേസിലൂടെ ആയിരിക്കണം എന്ന് ഉറപ്പുവരുന്ന രാജ്യമാണെന്ന്. അപ്പം അതിനുള്ള ഒരു എന്താ പറയാ എല്ലാ വഴിയും ഈ രാജ്യം ഒരുക്കുന്നുണ്ട്, ഇന്ത്യ ഒരുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു എന്താ പറയുക we don't have a say in that. കാരണം അത് ആ രാജ്യത്തെ നിയമമാണ്, ആ രാജ്യത്തെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഭീഷണിയാണ് അവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രൻസ്. അതുകൊണ്ട് അവർ കയറ്റി അയക്കുന്നു, അവരെങ്ങനെ കയറ്റി അയക്കുന്നു എന്നത് അവരുടെ തീരുമാനമാണ്. അതിൽ നമുക്ക് എന്താ പറയുക എവിടെ ഇരുന്നുകൊണ്ട് ഒരു ചർച്ച നടത്തിയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ അമേരിക്കയുടെ പരമാധികാരം തന്നെയാണ്, അതിലാർക്കും തർക്കമില്ല. ശ്രീ നിർമ്മൽ എബ്രഹാം, നമ്മൾ നേരത്തെയും ഇതേ വിഷയം ചർച്ച ചെയ്തതാണ്. അതിന്റെ തുടർച്ചയെന്ന നിലയിൽ ഇപ്പോഴിതാ വൈറ്റ് ഹൗസ് തന്നെയാണ് ഒഫീഷ്യലി ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. അപ്പോൾ അവരുടെ നാടുകടത്തൽ നടപടി എന്നതിനെ അവർ വലിയ തോതിൽ പ്രചാരണം കൂടി നൽകുകയാണ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ. അത് ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളല്ല, വളരെ കൃത്യമായി ചങ്ങലക്കിട്ട ആളുകളെ കയറ്റി തിരികെ അയക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ഇത് തന്നെയായിരിക്കും തങ്ങളുടെ നിലപാട് ഇനിയും എന്ന് തന്നെയല്ലേ ഈ ദൃശ്യങ്ങളിലൂടെ അമേരിക്ക പറഞ്ഞു വെക്കുന്നത്? ഇതിനകത്ത് രണ്ട് പെർസ്പെക്റ്റീവ് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും വിഷമമുണ്ട്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു ആഗ്രഹിക്കുന്നുണ്ട്, സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ശ്രീ മിഥുൻ സൂചിപ്പിച്ച പോലെ വ്യക്തമായ SOP, അത് ജയശങ്കർ തന്നെ പറഞ്ഞാൽ 2012 മുതൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ് ഐസിന്റെ. അവർക്ക് വേണമെങ്കിൽ റിസ്ട്രെയിൻ ചെയ്യാന്നുള്ളത്. അതിനകത്ത് രണ്ട് പല റീസൺസ് ഉണ്ട്. അതിന് മുന്നേ പോകുന്നതിന് മുന്നേ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു തർക്കം നേരത്തെ കണ്ടു. ഒരു കാര്യം ഇത്ര ആലോചിച്ചാൽ മതി, കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റും ഐസിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെയും 5 ഇരട്ടി ചാർജിലാണ് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റിൽ അമേരിക്കയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ. അതായത് ഒരു മണിക്കൂർ ഓടണമെങ്കിൽ $28,500 അഥവാ 25 ലക്ഷം രൂപ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ പാസഞ്ചറിനും ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് പോകുന്നതിന്റെ 5 ഇരട്ടി പൈസക്കാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ട്രംപ് ചെയ്യണമെങ്കിൽ അത്രയും പൈസ അദ്ദേഹം മുടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ ഉണ്ട്. എന്താണ് ആ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലം കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് കണക്കിൽപ്പെടുന്ന തന്നെ 1.1 crore 1 കോടിയിലേറെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് മെക്സിക്കോ ബോർഡർ വഴി സദേൺ ബോർഡേഴ്സ് വഴി അമേരിക്കയിൽ എത്തിപ്പെട്ടത്. അവരെ ഒഴിവാക്കും, അവരെ ഡീപ്പോർട്ട് ചെയ്തിരിക്കും എന്ന് അദ്ദേഹം വാക്ക് കൊടുത്തിട്ടാണ് അത്രയും പേര് 78 മില്യൺ ആളുകൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയത്. അപ്പൊ അദ്ദേഹം രണ്ട് മെസ്സേജ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്,
നിങ്ങൾ എന്നെ പ്രസിഡന്റ് ആക്കി, ഞാൻ വാക്ക് പാലിച്ചു, ഡീപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെയാണ് ഇമ്പോർട്ടന്റ് മെസ്സേജ്. ഒരു ചെറിയ അനാലജി പറയാം. ഒരു യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ് അറിയാം, വർഷങ്ങളായിട്ട് കോപ്പി അടിക്കുന്ന സിസ്റ്റം കേരളത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്, അല്ലെ? ആ കോപ്പി അടിക്കുമ്പോൾ പലപ്പോഴും അധ്യാപകര് അവർക്ക് തോന്നിൽ അവർ ചെയ്യുന്ന വെച്ചാൽ താക്കീത് കൊടുത്ത് വിടുക ചെയ്യുന്നത്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ വീണ്ടും വീണ്ടും ഈ കോപ്പി അടി തുടരും, അവസാനം വഷളാവും. നേരെ തിരിച്ച് ഇതിൽ ഒരാളെ ഡീബാർ ചെയ്ത് അയാളുടെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോപ്പി അടി എന്നുള്ള കാര്യം 3 വർഷത്തേക്ക് അവിടെ നടക്കില്ല. അതാണ് ട്രംപ് ചെയ്തത്. ഈ ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒബാമയുടെ കാലഘട്ടത്തിലുണ്ട്, ബൈഡന്റെ കാലഘട്ടത്തിലുണ്ട്. ഇൻഫാക്ട് 2024 നോക്കി ഏകദേശം 1300 ആളുകളെ ഡീപ്പോർട്ട് ചെയ്തു ബൈഡൻ. ആരും അറിഞ്ഞില്ല, അതിന്റെ ഭീകരത ആരും കണ്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി? 2024 അവസാനമാണ് ഈ പറയുന്ന തിരിച്ചു വന്ന ആൾക്കാരിൽ പലരും അങ്ങോട്ട് പോയത്. ഈ ഡങ്കി റൂട്ട് എടുത്ത് അങ്ങോട്ട് ലക്ഷങ്ങളും കോടികളും മുടക്കി പോയത് അതുകൊണ്ടാണ്. ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതാണ്. ആ ഐസിന്റെ ട്വിറ്റർ മെസ്സേജിന് താഴെ അതുണ്ട്, ഇഫ് യു ആർ ആൻ ഇല്ലീഗൽ ഇമിഗ്രന്റ്, അല്ല, ഡു നോട്ട് സ്റ്റെപ്പ് ഇൻ ഇഫ് യു ആർ ആൻ ഇല്ലീഗൽ ഇമിഗ്രന്റ്, ഞങ്ങൾ തിരിച്ചയച്ചിരിക്കുമെന്ന് വ്യക്തമായ മെസ്സേജ് കൊടുത്തു. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഈ ഫോട്ടോഗ്രാഫ്സ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ നമ്മൾ ഈ ഇമോഷണൽ ആസ്പെക്ട് മാറ്റി വെച്ച് ചിന്തിച്ചാൽ, പ്രാക്ടിക്കലി പ്യൂർലി ന്യൂട്രൽ പെർസ്പെക്റ്റീവ് ചിന്തിച്ചാൽ അതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാം. നേരത്തെ ശ്രീമതി മറ്റൊരു കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഫോഴ്സ്ഡ് റിട്ടേണിന് പകരം അവർക്ക് വോളണ്ടറി റിട്ടേൺ. അതിന്റെ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. വോളണ്ടറി റിട്ടേൺ ചെയ്ത ഒരാൾക്ക് 60 ദിവസം തിരിച്ചു വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫോഴ്സ് റിട്ടേൺ ചെയ്ത ആൾക്കാർ അവരുടെ ഡിഗ്നിറ്റി പണയം വെക്കണം. പോരാത്തതിന് 5, 10, 20 വർഷം കഴിഞ്ഞ് അമേരിക്കയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വിൻസെന്റ് സേവ്യർ, ഇപ്പോൾ താങ്കൾക്ക് കേൾക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെയും നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അത്. എങ്കിലും ഇത്തരത്തിലൊരു ഒഫീഷ്യലായ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് വൈറ്റ് ഹൗസ് പുറത്തുവിടുന്നത്. അത് അവരുടെ ഔദ്യോഗികമായ എക്സ് അക്കൗണ്ടിലൂടെയാണ്. തീർച്ചയായും അമേരിക്കയുടെ പരമാധികാരത്തിൽ ആരും കടന്നു കയറാനൊന്നും ശ്രമിക്കുന്നില്ല, അത് അവരുടെ സ്വാതന്ത്ര്യം തന്നെയാണ് എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം അമേരിക്കയിൽ പോയിരുന്നു. യു ആർ ഗ്രേറ്റ് എന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പ്രശംസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ നയങ്ങളിലോ നിലപാടുകളിലോ ഒന്നും മാറ്റമില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഏലിയൻസ് എന്ന തരത്തിൽ ഇവരെ വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന, ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി അഡ്വർടൈസ്മെന്റ് നൽകിയിട്ടുള്ള ടെസ്ലയുടെ മേധാവി ഇലോൺ മസ്ക് അടക്കം ഈ പ്രവൃത്തിയെ ഗംഭീരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്യുന്നു. അതെന്താണ് ആ സാഹചര്യം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഓക്കെ, താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. ഈ നയങ്ങളിൽ മാറ്റമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, മീഡിയ പറയുമ്പോൾ, ഞാൻ ഈ മീഡിയയിൽ നിന്ന് എടുത്തു പറയാൻ കാര്യം, ഇപ്പൊ ഞാൻ എന്റെ സഹപാനലിസ്റ്റുകൾ പലരും ഇന്ത്യയിൽ ഇരുന്ന് സംസാരിക്കുന്നവരാണ്. അവരിലൊന്നും ഞാൻ ഈ ഇമോഷൻ കാണുന്നില്ല. അവർക്ക് ഇതിനെ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഈ മീഡിയയാണ്, ഇപ്പൊ മീഡിയ നിങ്ങളുടെ തലക്കിട്ട് തന്നെ ട്രംപ് കൈവിട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ഹാസ് ഗ്രോൺ എ ലോട്ട് ഇൻ ദ ലാസ്റ്റ് 3 decades. അപ്പോൾ ഇന്ത്യ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെവലപ്ഡ് കൺട്രി, ഒരു ക്ലോസ് ടു ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ സംസാരിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഇന്ത്യക്ക് ട്രംപിന്റെ ആനുകൂല്യങ്ങളൊന്നും ആവശ്യമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ട്രംപ് ഓഫർ ചെയ്യുന്നു. നിങ്ങളത് ആലോചിച്ച് നോക്കുക. നയങ്ങളിൽ മാറ്റമില്ല എന്ന് പറയുന്നു നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ഈ നയങ്ങൾ എന്ന് പറയുന്നത് H-1B വിസയും ഈ നമ്മൾ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തിരിച്ചുവിടുന്നതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇന്ത്യ ഞാൻ താങ്കളുടെ തടസ്സപ്പെടുത്തുമല്ല, എങ്കിലും ഞാനൊന്ന് ഇടപെടുന്നത്, ഇന്നലെ ഇതേ സമയം ഞങ്ങൾ ചർച്ച ചെയ്തത്, മിഥുൻ ഇന്നലെ പാനലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ ടെസ്ലയെ പോലെ ഒരു കമ്പനി വരുന്നുവെങ്കിൽ അത് ഇന്ത്യയെ പോലെ ഒരു വിപണിയെ മുന്നിൽ കണ്ടിട്ടാകാം, അതിന് പർച്ചേസിംഗ് കപ്പാസിറ്റിയുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നതുകൊണ്ടാകാം, അത് ഇന്ത്യയിലും വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന ആംഗിളിൽ തന്നെയാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മോശമായി കാണുകയോ ഞങ്ങൾ ആരും മോശമായി കാണുകയോ അല്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കയിൽ നിന്ന് പ്രധാനമന്ത്രി തിരികെ എത്തുന്നതിന് തൊട്ടു പിന്നാലെയാണ് എന്തിനാണ് ടെസ്ല ഇന്ത്യയിലേക്ക് പോകുന്നത്, എന്തിനിങ്ങനെ ഒരു രാജ്യത്ത് പോകണമെന്ന ചോദ്യം കൂടി ട്രംപ് ചോദിക്കുന്നു. അല്ല, ഞാനത് പറയുന്നത് നമ്മളിപ്പം ഇതിന് ഇമോഷണൽ ആയിട്ട് കാണുന്നതിനെ കുറിച്ച് പറയുന്നത്, മോശമായിട്ട് ചിത്രീകരിക്കുന്നതല്ല. ഇപ്പൊ നമ്മള് ട്രംപിന്റെ അതേ പ്രസ് കോൺഫറൻസിൽ നമ്മൾ കേട്ടു, ഇന്ത്യ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കൊടും ഭീകരൻ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കുന്നു. ഒറ്റ തീരുമാനം പുള്ളി എടുത്തതാണ്. അതായത് ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന അമേരിക്കൻ സിറ്റിസണായ ടെററിസ്റ്റ് റാണ പാകിസ്ഥാനി ഒറിജിൻ വിട്ടുകൊടുക്കുന്നു. അതേ സെയിം ഇതില് ക്വാഡിന്റെ അലയൻസ്, ചൈനയ്ക്ക് എതിരായിട്ടുള്ള സൗത്ത് ചൈന സീയിലുള്ള മിലിറ്ററി മൂവ്മെന്റ്സ്, ഇതിനകത്തെല്ലാം വളരെ കോർ ആയിട്ടുള്ള ഒരു പാർട്ണറായിട്ട് ഇന്ത്യയെ കൺസിഡർ ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് ആണ് ട്രംപ്. ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടുള്ളതിനേക്കാൾ കൂടുതലായിട്ട്. അപ്പൊ നയപരമായിട്ടല്ല ഈ സംഭവങ്ങൾ ഈ മാറ്റങ്ങൾ നമ്മൾ കാണേണ്ടത്. ഈ H-1B വിസ എന്ന് പറയുന്നതും
ഈ ഡിപ്പോർട്ടേഷൻ ചെയ്യുന്നതും എല്ലാം അത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അമേരിക്കയെ സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന സിറ്റിസൺസിനെ, പൗരന്മാരെ എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ അമേരിക്കക്ക് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ കൊളംബിയയിൽ നിന്നും എൽസാൽവഡോറിൽ നിന്നും ഗോട്ടിമാലയിൽ നിന്നും വരുന്നവരെ ഒരു രീതിയിലും ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ വേറെ രീതിയിലും ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അമേരിക്കൻ നിയമമല്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ആദ്യം ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ 10-32 കൊല്ലം മുമ്പ് ഞാൻ അമേരിക്കയിൽ വരുമ്പോൾ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും നിയമങ്ങൾ അനുസരിക്കുന്നത്? സാധാരണ മനുഷ്യന്റെ കാര്യം ഞാൻ പറയുന്നത്, കറപ്ഷൻ ഒന്നും മുകളിലില്ല എന്നല്ല പറയുന്നത്, മുകളിലൊക്കെ ഒത്തിരി കറപ്ഷൻ ഉണ്ട്. സാധാരണ മനുഷ്യൻ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ പല ഇവിടെയുള്ള ഇന്ത്യക്കാരൊക്കെ പറയുന്നത് അത് ഈ വെളുത്ത ആൾക്കാർ അവരുടെ റേഷ്യൽ ആയിട്ട് അവർ വളരെ നല്ല മനുഷ്യരാണ്. പക്ഷെ ഇവിടുത്തെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതൊന്നും അല്ല കാരണം. മനുഷ്യർക്കൊന്നും ഒരു വ്യത്യാസമില്ല സ്കിൻ കളർ ബേസ്ഡ് ആയിട്ട്. നമ്മൾ നിയമം എൻഫോഴ്സ് ചെയ്യുന്നതിന്റെ സ്ട്രെങ്ത് ആണ് ഒരു രാജ്യത്തിലെ നിയമം നടപ്പാക്കാൻ അവിടെ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പൊ അമേരിക്കക്ക് ഈ നിയമം നടപ്പാക്കാൻ പറ്റുന്നത് ഈ സ്ട്രിക്ട്നെസ് കൊണ്ടാണ്. ഇവിടെ ചെറിയ ഇതിന് പോലും പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകും എന്നുള്ളത് കൊണ്ടാണ് ആൾക്കാർ ടാക്സ് പറ്റിക്കാത്തത്. അപ്പൊ നാച്ചുറലി ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ അമേരിക്കയുടെയും കൾച്ചർ തമ്മിലുള്ള. ഈ ജുഡയോ ക്രിസ്ത്യൻ വാല്യൂസിൽ നിന്നാണ് അമേരിക്കയും അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം ഉണ്ടായിട്ടുള്ളത് വെസ്റ്റേൺ വേൾഡ്. അവരെ സംബന്ധിച്ച് നിയമം എന്ന് പറയുന്നത് വളരെ സാക്രോസെക്റ്റ് ആണ്, വളരെ പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു റിലീജിയൻ പോലെയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളത് ഇമോഷനാണ് കൂടുതൽ കാണുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്നത് നിയമമാണ്. നിയമം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. ഈ വരുന്ന ആൾക്കാർ രണ്ട് രാജ്യങ്ങളിലെയും നിയമങ്ങൾ തെറ്റിച്ചവരാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് രാജ്യങ്ങളിലെയും നിയമങ്ങൾ തെറ്റിച്ച് ഈ കാർട്ടേഴ്സിന് പൈസ കൊടുത്ത് അതിനൊരു പാഠം പഠിപ്പിക്കുക എന്നുള്ളൊരു ലെസൺ കൂടി ഇതിനകത്തുണ്ട്. ഇനി മേലായത് ആൾക്കാർ ചെയ്യരുത്. അപ്പം ഇപ്പൊ ഇന്ത്യക്കാരന്റെ വീഡിയോ എന്തുകൊണ്ട് പുറത്തു വിട്ടു എന്നുള്ളത് ഞാൻ ലോജിക്കലായിട്ട് കാണുന്ന ഒരു ആൻസർ ഇതാണ്. അല്ല, ഇന്ത്യക്കാരുടെ വീഡിയോ എന്ന് നമ്മൾ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. ആ ദൃശ്യങ്ങളിൽ ഇന്ത്യക്കാരനാണോ എന്നതൊന്നും വ്യക്തമല്ല. ഇന്ത്യയിലേക്ക് വന്നവർ ഇതേ രീതിയിലായിരുന്നു വന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. ആരുടെയും മുഖം കാണിച്ചതായി ആ ദൃശ്യങ്ങളിൽ ഇല്ല 40 സെക്കൻഡിൽ. ഞാൻ പറയാൻ വന്നത് അതിന്റെ ഒരു റീസൺ ബേസിക്കലി ഈ ഇന്ത്യൻസ് ഹു ആർ ആക്റ്റീവ് ഇൻ ദി സോഷ്യൽ മീഡിയ ആൻഡ് എവരിവെയർ, ഇന്ത്യൻ പിള്ളേരെ, ഇന്ത്യൻ ചെറുപ്പക്കാരിലേക്ക് ഈ ന്യൂസുകൾ എത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ് ഇതൊരു വൈൽഡ് ഫയർ പോലെ സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ കൊളംബിയക്കാരനെയോ ഗോട്ടിമാലക്കാരനെയോ കയറ്റി വിടുമ്പോഴത്തേക്കുള്ള വീഡിയോയെക്കാളും ഇന്ത്യക്കാരന് വിലം കണിയിച്ചു എന്നുള്ളൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ, അതായത് ഒറ്റയടിക്ക് മെസ്സേജ് ഈസ് വെരി ക്ലിയർ ത്രൂ ഔട്ട് ദ വേൾഡ്. അതായത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ അമേരിക്കയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നു, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളിതൊരു ഇന്ത്യൻ അമേരിക്കൻ ഇഷ്യൂ ആയിട്ട് കാണുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അപ്പൊ ഇന്ത്യയിൽ നിന്നും ഉള്ള കാർട്ടേഴ്സിനെ ഈ അമേരിക്കയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കാശ് മേടിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ഈ കാർട്ടേഴ്സിനെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ ട്രംപ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന കാർട്ടേഴ്സ് ആർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ്. ഈ ഓൾറെഡി എക്സിക്യൂട്ടീവ് ഓർഡർ വഴി അവരെ ഡിക്ലെയർ ചെയ്ത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആയി ഡിക്ലെയർ ചെയ്തു. എന്തുകൊണ്ടാണ്? ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയി കഴിഞ്ഞാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോ നമ്മൾ ഈ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയെ ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ആവർത്തിച്ച് തന്നെ പറയുന്നു, അമേരിക്ക എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അവിടേക്കുള്ള അനധികൃത കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അവരെ തിരിച്ചയച്ചതിൻ്റെ രീതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുടനീളം ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളടക്കം അതിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് നൽകുന്ന സഹായം, അതിൻ്റെ എന്ത് ആവശ്യകതയാണുള്ളത് എന്നതുകൂടി ഇന്ന് ട്രംപ് ചോദിച്ചു. ലോകത്തെ ഏറ്റവും അധികം നികുതി ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അത് ചൈനയല്ല, ഇന്ത്യയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും അതിഥികളിലേക്ക്. ശ്രീ വിൻസെന്റ്, താങ്കൾ അല്പം വൈകിയാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ചർച്ച ചെയ്യുന്നത്. ട്രംപ് നടത്തിയിട്ടുള്ള പ്രതികരണം, അത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യക്ക് നൽകുന്ന ഏതാണ്ട് 178 കോടിയോളം വരുന്ന സഹായം അത് നിർത്തലാക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ റീസണും നമ്മൾ പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ലോകത്തെ ഏറ്റവും ഉയർന്ന ചുങ്കം ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി അദ്ദേഹം പറയുന്നു. താങ്കൾ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞൊരു പോർഷനുണ്ട്. അതായത് ഈ വൈറ്റ് ഹൗസ് എക്സിലൂടെ ആ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ അത് ഇന്ത്യയിലെ അടക്കമുള്ള ജനങ്ങൾ കാണും, അല്ലെങ്കിൽ ലോകത്തെ മുഴുവനായ ആളുകൾ കാണുന്നു. അതിലൂടെ തന്നെ തെറ്റായ പ്രവണത, അതായത് അനധികൃതമായ കുടിയേറ്റം ഉണ്ടായാൽ എങ്ങനെ എന്നത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ട്രംപിൻ്റെ ഓരോ പ്രതികരണവും ഈ തരത്തിൽ ലോകം ശ്രദ്ധിക്കുന്നതാണ്. അവിടെയാണ് നല്ല സുഹൃത്ത് എന്ന് ട്രംപും മോദിയും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം കൂടി ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയ ശേഷം
ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം ഈ ഇന്ത്യയിലുള്ള ഈ ഇറക്കുമതി തീരുവ, ഇന്ത്യ ചുമത്തുന്ന ഇമ്പോർട്ട് ടാരിഫ് ഇത്രയും വലുതാണെന്നും ഇത്രയും റെസ്ട്രിക്റ്റീവ് ആണെന്നും ഇന്ത്യൻ സിറ്റിസൺസിനും ഇന്ത്യൻ മീഡിയയ്ക്ക് പോലും മനസ്സിലായത് ട്രംപ് ഇതെല്ലാം പറയാൻ തുടങ്ങിയ പിന്നെയാണ്. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ട്രംപ് വാണ്ട്സ്. ട്രംപ് വാണ്ട് ടു ഫ്രീ അപ്പ് ദ കൺട്രി. ഈ റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇന്ത്യയിലോട്ട് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ വരുമ്പോൾ 100% നിങ്ങൾ ടാരിഫ് ചുമത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അതേ സാധനം കാറോ ഓട്ടോമൊബൈൽസ് ഇവിടെ വരുമ്പോൾ അതിനും 100% ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ അത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക്, സാധാരണ മനുഷ്യർക്ക് അമേരിക്കൻ പ്രോഡക്ട്സ് ഉപയോഗിക്കാനായിട്ടുള്ള സാഹചര്യം ഒഴുക്കുന്നൊരു കാര്യമാണ്. നമ്മൾ എന്തിനാണ് ഗവൺമെന്റ് കൂടെ നിൽക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസിന്, ഈ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ സിറ്റിസൺസിന് ലോകത്തുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അവിടുത്തെ ഇറക്കുമതി തീരുവ കുറഞ്ഞാലേ ഓർക്കത് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ഇരട്ടി വിലയാണ്. ഇപ്പൊ BMW കാർ അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു കാർ വന്നു കഴിഞ്ഞാൽ ഇരട്ടി വിലയാണ്. ബിക്കോസ് 100% ഗവൺമെന്റ് ഈസ് ടേക്കിംഗ്. അത് ജനങ്ങൾക്ക് നല്ലൊരു കാര്യമല്ല. അത് ഗവൺമെന്റ് കൂടുതൽ മണി ടേക്ക് ചെയ്യുന്ന കാര്യമാണ്, മണി ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ട്രംപ് ഇത് പറഞ്ഞ ശേഷമാണ്. ഈ ഇറക്കുമതി തീരുവ ഇത്രയും ഭീകരമായ ഡിഫറൻസ് ഉണ്ടെന്ന്. ഇന്നത്തെ പത്രപ്രസ്താവന വളരെ ക്ലിയർ ആയിട്ട് ഞാനത് മുഴുവൻ കേട്ടതാണ്. ഹി വാസ് ലിസ്റ്റിംഗ് ഓൾ ഡിഫറെന്റ് കൺട്രീസ്. ഈ അമേരിക്കയുടെ USAID പോകുന്ന എയ്ഡിനെ പറ്റിയുള്ള അതിനകത്ത് വന്നൊരു പരാമർശമാണ് ഇന്ത്യയുടെ പരാമർശം. അപ്പൊ അതിനകത്ത് ബാക്കി എല്ലാ കൺട്രികളെയും പോലെ ഇന്ത്യയുടെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടാൻ. അത് ഓൾറെഡി വളരെ ഹൈ ആയിട്ടുള്ള പെർസെന്റേജ് ആണ് ഇന്ത്യയിലെ വോട്ടിംഗ് പെർസെന്റേജ്. ഇന്ത്യയിലെ വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടാൻ സോ മെനി ബില്യൺസ് ഡോളേഴ്സ് എന്തിനാ അമേരിക്ക കൊടുക്കുന്നത്? ഇന്ത്യയിൽ ഓൾറെഡി വോട്ടിംഗ് നല്ല ഹൈ ആണ്. ഡെമോക്രാറ്റിക് കൺട്രി ആൻഡ് ദേ ആർ ടേക്കിംഗ് എ ലോട്ട് ഓഫ് മണി ത്രൂ ടാരിഫ്സ്. പുള്ളിയാ പറയുന്നത് ആ ടാരിഫ് എന്നുള്ള മെസ്സേജ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ട്രംപ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ട്രംപിന്റെ സംസാര രീതികളെ ജസ്റ്റിഫൈ ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. ട്രംപ് ചെയ്യുന്നത് അമേരിക്ക ഫസ്റ്റ് ആണ് പുള്ളിയുടെ പോളിസി. ഫ്രീ ട്രേഡ് ആണ് പുള്ളിയുടെ പോളിസി. ഇന്ത്യ 0% ടാരിഫ് ആക്കിയാൽ America will continue to be 0% tariff. Will India do that? That's what he is trying to push. To push American companies to become viable again. American companies are not viable anymore because ഇത്രയും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലുള്ള ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന സാധനം മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അതിന് ടോട്ടൽ പ്രൈസിന്റെ ഇരട്ടി പൈസ ഗവൺമെന്റ് മേടിക്കണം, നേരെ ഇരട്ടി. So that is impossible for American companies to prevail and survive. He is America first. We want to make sure that American companies survive. Yes, തീർച്ചയായും. ശ്രീ ബൈജു, അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം ട്രംപ് പറഞ്ഞതാണ് അമേരിക്കയെ പഴയ പ്രൗഢിയിലേക്ക് തിരികെ എത്തിക്കും. അത് അദ്ദേഹത്തിന്റെ സ്ലോഗൻ തന്നെയായിരുന്നു, ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ ഉയർത്തി കാണിച്ചതാണ്. ഇവിടെ ട്രംപുമായി കഴിഞ്ഞ ദിവസം ആണ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ ടെസ്ല എത്തുമ്പോൾ അവിടെ നമ്മൾ ഈ ഇറക്കുമതി ചുങ്കവും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയവും ചർച്ച ചെയ്തിരുന്നു. അതായത് $40,000 മുകളിലേക്ക് വിലയുള്ള കാറുകൾ എന്ന നിലയിലൊക്കെ ഞങ്ങൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴിതാ ട്രംപ് തന്നെ ചോദിക്കുന്നു, എന്തിനാണ് ടെസ്ല ഇന്ത്യയിലേക്ക് പോകുന്നത്? ഇത്രയും വലിയ ചുങ്കമാണ് ഇവിടെ ചുമത്തുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യത്തിന് കരുത്തേകാൻ പണം നൽകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കൂടിക്കാഴ്ചകളിൽ അപ്പോൾ ഇന്ത്യക്ക് നേട്ടകരമാകുന്ന, നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണോ നടന്നത് എന്ന സംശയം ജനിക്കുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിന് ഒരു ചെറിയ റെസ്പോൺസ് നടത്തിയിട്ട്, അതായത് മിഥുൻ പറഞ്ഞത് റിസ്ട്രെയിൻ യൂസ് ചെയ്യുന്നതിന് SOP പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ റിസ്ട്രെയിൻ എന്ന് പറയുന്നത് റീസണബിൾ റിസ്ട്രെയിനും അൺറീസണബിൾ റിസ്ട്രെയിനുമാണ്. ഞാൻ ക്രിമിനൽ ലോ പ്രാക്ടീസ് ചെയ്തൊരു വക്കീലാണ് ഇവിടെ. അതായത് എന്താണ് അതായത് അൺറീസണബിൾ റിസ്ട്രെയിൻ എന്നുള്ളത് കൃത്യമായി ലീഗലി ഡിഫൈൻഡ് ആണ്. നമ്മൾ ഈ കണ്ടത് ലീഗലി അൺലോഫുൾ റിസ്ട്രെയിൻ ആണ്. ഒരാളുടെ ഹാൻഡ് കഫ് മാത്രമായിരുന്നെങ്കിൽ ഒരു പിന്നെയും അറ്റ്ലീസ്റ്റ് വി ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ എ ഡിബേറ്റ്. നൗ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹമാണ് പറഞ്ഞത് നമ്മുടെ വോളണ്ടറി ഡിപ്പാർച്ചറിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഞാൻ വോളണ്ടറി ഡിപ്പാർച്ചറിൽ ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ആളാണ്. അതായത് അവരുടെ കയ്യിൽ ഇതിന് പൈസ ഇല്ലാതിരിക്കുകയാണ്, അവരെ ആരും സഹായിക്കാനുമില്ല. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തന്നെ പോകാൻ മേലെ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇറ്റ് ഡസന്റ് മെറിറ്റ് ആൻ ആൻസർ. ദ സിമ്പിൾ റീസൺ ബീയിങ്, ഒരാള് എല്ലാ നാട്ടിൽ വരുന്നതിന്റെ കാരണമൊക്കെ വേറെ, വന്ന ആള് പിടിക്കപ്പെട്ടു പോയി, എല്ലാ ലീഗൽ അവന്യൂസും എക്സോസ്റ്റഡ് ആയി, അതിനുശേഷം ഇദ്ദേഹം തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഇദ്ദേഹത്തിന് യാതൊരു മാർഗവുമില്ല. ബ്രിട്ടനിൽ നിന്നും ആളുകളെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ക് ഫുഡിട്ടില്ല പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കൊടിയ തീവ്രവാദിയായിരുന്ന അബൂ ഖത്താടെ നടന്നു കയറിയ ഫ്ലൈറ്റിലേക്ക് പോയത്, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. ഇതിലെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ രാജ്യങ്ങളായ മെക്സിക്കോ, കൊളംബിയ, വെനസ്വേല,
ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കയുമായി ഒരു ഡീല് ഉണ്ടാക്കുകയും അവർ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് കൊടുത്തു വിടുകയും അതുവഴി അവരുടെ ആളുകൾ അവിടെ ചെറിയാണ്. ഇന്നിപ്പോ 200 പേരെങ്ങാണ്ട് പനാമയിൽ ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ കേട്ടെ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇത്രയും കൊച്ചു കൊച്ചു രാജ്യങ്ങൾക്ക് ചെയ്യാൻ പോലും പറ്റാത്തത്, ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ തിരുവയെ പറ്റി പറഞ്ഞു, ഈ നമ്മുടെ ഈ ഇറക്കുമതി. അതിലേക്ക് ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ആയിരുന്നു ബ്രിട്ടീഷ് രാജ് ഉണ്ടായിരുന്ന കാലത്ത്. അവർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത് ദാറ്റ് വാസ് ദ വൺ ഓഫ് എ മേജർ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിനെ എങ്ങനെയാ തകർത്ത് കളഞ്ഞെന്നറിയാമോ? ബ്രിട്ടനിൽ നിന്ന് സാധനം അങ്ങോട്ട് ഇറക്കി വിട്ട് ആ സാധനം അവിടെ വിറ്റാണ് നമ്മുടെ ട്രേഡുകൾ, നമ്മുടെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വാസ് ഡിസ്ട്രോയിഡ് ബൈ ഇമ്പോർട്ടിങ് ഗുഡ്സ് ഫ്രം യൂറോപ്പ്. നമ്മുടെ നാട്ടിലുള്ള സാധാരണ നെയ്ത്തുകാരും സാധാരണ കൈത്തറി തൊഴിലാളികാരും എല്ലാം തീർന്നു പോയി. അതിന്റെ കോൺസിക്വൻസ് ഇതുവരെ ഇന്ത്യയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. പിന്നെ ഇന്ത്യ ഡെവലപ്ഡ് രാജ്യമാണ് എന്ന് ശ്രീ വിൽസൺ പറയുമ്പോൾ ഐ വുഡന്റ് ബൈ ഇറ്റ് ആസ് എ പൊളിറ്റിക്കൽ സ്റ്റുഡന്റ്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി മെറിറ്റഡ്. അതിന്റെ കാരണം ഇന്ത്യ ഏത് ഡേറ്റയുടെ താങ്കൾ ഈ പറഞ്ഞ അതേ സെൻസ് അമേരിക്കയും ചിന്തിക്കുന്ന സെൻസ് തന്നെയല്ലേ താങ്കൾ ഈ പറഞ്ഞ? അതായത് ഇന്ത്യയിലെ, ഇപ്പോൾ ഞാനും വായിച്ച് കേട്ട് എനിക്കും അത്ര അറിയില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ പട്ടുസാരികൾ പോലും ലോകോത്തരമായിരുന്നു, അല്ലെങ്കിൽ കാഞ്ചീപുരത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെ ഞാനും വായിച്ചറിഞ്ഞ ഒരു അറിവുണ്ട്. ഇത് തന്നെയല്ലേ ട്രംപ് അവിടെയും പറയുന്നത്? സിമ്പിൾ ആണ്. അപ്പോ എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. അമേരിക്കയിൽ നിന്നും ടെസ്ലയും മറ്റ് എല്ലാ സാധനങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കുകയും നമ്മുടെ ഇറക്കുമതി ഇമ്പോർട്ട് ടാക്സ് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നാട്ടിലുള്ള അവസ്ഥ എന്താകും? നമ്മൾ അമേരിക്കയുടെ കമ്പോളമായി മാറാനാണോ, അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഒരു കമ്പോളമായി മാറിക്കോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്? ആ സെയിം അവസ്ഥയെ കുറിച്ചാണ് പുള്ളി ചോദിച്ചത്. ഇപ്പോ അമേരിക്കയുടെ അവസ്ഥയെ കുറിച്ചല്ലേ അമേരിക്കൻ പ്രസിഡന്റ് ചിന്തിക്കേണ്ടത്? ഇല്ല, നമുക്ക് അമേരിക്കൻ ഇന്ത്യക്കാരനായ എനിക്കും ഇന്ത്യക്കാരനായ വിൽസനും, ഞാൻ ഇന്ത്യക്കാരനല്ല, അമേരിക്കൻ സിറ്റിസൺ. സോറി, ഐ ആം എൻ ഇന്ത്യൻ, ഐ ആം സ്റ്റിൽ എൻ ഇന്ത്യൻ. അതായത് ഇവിടെ പെട്ടുപോയ ഒരു പ്രവാസി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വരണം, അത് വേറെ വിഷയം. I am not. I'm still an Indian. You're not loyal to the place where you are a mayor. See, when it comes to humanitarian matters, there is nothing to do with constitution and law is not humanitarian. You are a lawyer. You raise your hand, say that I am, so from today onwards I am loyal to this nation, this country. You became a mayor and you're still loyal to India, no to Britain? Of course I am. I am. By all means I am. Contracts matter. The oath doesn't matter. Now we are talking you only care for the skin color. See, come on, we don't just അത് ലിമിറ്റ് ചെയ്യാതെ നമ്മുടെ ഈ ശരി നമുക്ക് ആ തർക്കം വിടാം. ശരി, നമ്മളിത് ഒരു മ്യൂർ ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ഞാൻ അതിൽ നിന്ന് മിഥുന്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ഞാൻ മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, നമ്മൾ ഈ നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ ഉയർന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം മോദിയെ ക്ഷണിച്ചില്ലല്ലോ എന്ന ചോദ്യത്തിന് അന്ന് വിൻസൻ മറുപടി നൽകിയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ജയശങ്കറിന് നൽകിയ ഇരിപ്പിടം എന്നത് ഏറ്റവും മുന്നിലായിരുന്നു. അതാണ് ഇന്ത്യയുമായുള്ള സൗഹൃദമെന്ന്. ഇതിപ്പോൾ ഇന്ത്യയുമായുള്ള സൗഹൃദത്തെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നില്ല. ഇന്നും എനിക്ക് തോന്നുന്നു ഈ പ്രസിഡന്റിൻ്റെ പ്രതികരണം പരിശോധിക്കുമ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട്. നല്ല പ്രധാനമന്ത്രിയാണ്, എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഇന്ത്യ ചുമത്തുന്ന ചുങ്കം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എന്തിന് പണം നൽകണമെന്ന് പറയുമ്പോഴാണ് ഇന്ത്യക്ക് ഇത്തരം സൗഹൃദങ്ങളിലൂടെ ഇനി എന്ത് നേട്ടം എന്ന സംശയമുണ്ടാകുന്നത്. ശ്രീ മിഥുൻ, ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ നിയമവിദഗ്ധൻ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ റിസ്ട്രെയിൻസിനെ കുറിച്ച്. അദ്ദേഹത്തോട് ഞാൻ വായിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്. അത് ഐസിന്റെ റിമൂവൽ ഓപ്പറേഷൻസ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഈ എന്താ പറയുക, ഓഫീസേഴ്സിനെ ഹാം ചെയ്യാൻ നോക്കുന്ന ചില ഇൻസിഡൻസ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിസ്ട്രക്ട് ചെയ്യാൻ നോക്കുന്ന ഇൻസിഡൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഡിപ്പോർട്ടേഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ SOPയുടെ ഭാഗമായിട്ട് അവരൊരു സെക്യൂരിറ്റി ആൻഡ് ഓപ്പറേഷണൽ നെസസിറ്റി ആയി കാണുന്ന ഒരു കാര്യമാണ്. അത് നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് എതിരെയാണെങ്കിൽ അദ്ദേഹം ഒരു എന്താ പറയുക ഇന്റർനാഷണൽ കോർട്ടിലെങ്ങാനും കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കട്ടെ. അതിപ്പോ എന്താ പറയുക അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ അവരുടെ പ്രൊസീജിയർ അവർ പാലിക്കുന്നതിനെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്.
അവരവരുടെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷണൽ നെസസിറ്റി ആയി കാണുന്ന ഒരു കാര്യത്തെയാണ് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് അത് ആവശ്യമില്ലായിരുന്നു, അത് റീസണബിൾ ആണോ അൺറീസണബിൾ ആണോ എന്നത്. അപ്പൊ അത് അൺറീസണബിൾ ആണെങ്കിൽ അതിനുള്ള ലീഗൽ അവന്യൂസ് താങ്കൾക്ക് എന്താ പറയുക എന്തുകൊണ്ടും ആക്സസിബിൾ ആണ്. താങ്കൾ തന്നെ പറയും താങ്കൾ ഒരു പ്രാക്ടീസിംഗ് ലോയർ ആണ്. അപ്പം പ്ലീസ് എക്സ്പ്ലോർ ഇറ്റ് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഓൺ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ് യു ഷുഡ് എക്സ്പ്ലോർ ഇറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഫണ്ട് നിലച്ചതെന്ന് പറയുന്നത്? ഇപ്പൊ അമേരിക്ക എന്താ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് കൊടുത്തേക്കുന്ന ഫണ്ടല്ല. ഈ ഫണ്ട് എന്ന് പറയുന്നത് NED അല്ലെങ്കിൽ അതായത് നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ഡെമോക്രസി അല്ലെങ്കിൽ USAID കീഴിൽ വരുന്ന ഫണ്ടാണ്. അത് മറ്റു രാജ്യങ്ങളിൽ ഡെമോക്രസി വളർത്തുക എന്നതിന്റെ പേരിലാണ് ഈ ഫണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇതിപ്പോ ഇന്ത്യ പോലുള്ള രാജ്യത്തേക്ക് ഇത് വരുന്ന ഒരു രീതി എങ്ങനെയാണ്? US ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ ഓപ്പറേഷണൽ കേപ്പബിലിറ്റി ഉള്ള തിങ്ക് ടാങ്ക്സ് അല്ലെങ്കിൽ NGO വഴിയാണ് ഈ ഫണ്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതായത് ഈ IFES, NDI അല്ലെങ്കിൽ ജോർജ് സോറോസായി ബന്ധമുള്ള ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇതൊക്കെ വഴിയാണ് ഈ ഫണ്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. പിന്നെ ചില ഇന്ത്യൻ NGOs അത് ഡയറക്റ്റ് ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഡെമോക്രസി വളർത്താൻ എന്നതിന്റെ പേരിൽ വരുന്ന ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടുന്നത് മീഡിയ ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു ആക്ടിവിസത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് എത്ര തന്നെ ടൈറ്റൻ ആക്കി ചെയ്ത് കഴിഞ്ഞാലും ഈ ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ മനസ്സിലാക്കാനുള്ള സാധ്യത നമ്മൾക്ക് എന്തുകൊണ്ടും കുറവാണ്. കാരണം ഇതിന്റെ നെറ്റ്വർക്ക് അങ്ങനെയാണ് പടർന്നു കിടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഫണ്ട് നിലച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപാട് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്, ദോഷങ്ങളല്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യയിലെ വോട്ടർ ടേൺ ഔട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് ഒരു സംശയം, താങ്കൾ എന്തുകൊണ്ടാണ് അത് ഗുണമാകുന്നു എന്ന് പറഞ്ഞത്? അല്ല നോക്കൂ, US എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതായത് മറ്റ് രാജ്യങ്ങളിൽ ജനാധിപത്യ പ്രോത്സാഹന പരിപാടി എന്നതിന്റെ പേരാണ് ഈ പണം ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അത് ജനാധിപത്യ പ്രോത്സാഹന പരിപാടി എന്നതിന്റെ പേരിൽ ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പം അത് അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിലാഷേ, ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇന്ത്യയിലേക്ക് ആ ഫണ്ട് വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഈ NED അല്ലെങ്കിൽ USAID കിട്ടിയിട്ടുള്ള മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ബെലാറസിൽ NED അല്ലെങ്കിൽ USAID ഫണ്ട് ലഭിക്കാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവിടെ എന്താ പറയാ അലക്സാണ്ടർ ലുക്കാഷെനോ എന്ന പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഫണ്ടിങ് അവിടെ ഉപയോഗിക്കപ്പെട്ടത്. നിക്കരാഗുവയിൽ NEDയുടെയും ഈ USAIDന്റെ ഫണ്ടെത്തി. 2018 ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റിന് വഴിയൊരുക്കിയത് ഈ ഫണ്ടായിരുന്നു. സെർബിയയിൽ ഈ പറഞ്ഞ ഫണ്ട് എത്തിക്കഴിഞ്ഞു, അവിടെ ബുൾഡോസർ വിപ്ലവം നടന്നു. ജോർജിയയിൽ ഈ ഫണ്ട് എത്തിക്കഴിഞ്ഞു, റോസ് വിപ്ലവം നടന്നു. യുക്രൈനെ സഹായിച്ചു, അവിടെ വിപ്ലവത്തിന് വഴിയൊരുക്കുന്നു. ഹോങ്കോങ്ങിൽ ഈ ഫണ്ട് എത്തിയപ്പം ചൈന അതിന് തിരിച്ചടിച്ചു. ഹോങ്കോങ്ങിന്റെ ഓട്ടോണോമസ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ തന്നെ ചൈന ഇല്ലാതാക്കി. എന്തായാലും ഇന്ത്യക്ക് മാത്രമല്ല ബംഗ്ലാദേശ് അങ്ങനെയുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കും ഒക്കെയുള്ള ഈ സഹായം നിർത്തിവെക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. 2014 IBയുടെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അതായത് ഫോറിൻ ഫണ്ടഡ് ആയിട്ടുള്ള NGOs ആണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ സ്റ്റോൾ ചെയ്യുന്നത്. അപ്പം ഈ ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം അത് നോക്കിക്കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവും ഇത് NGOs വഴിയാണ് ഈ ഫണ്ട് എന്താ പറയാ വരുന്നതും NGOsലേക്കാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതും. ഇതിന്റെ യൂട്ടിലൈസേഷൻ മനസ്സിലാക്കാൻ നമ്മൾക്ക് പ്രത്യേകിച്ച് ചാനൽസ് ഒന്നുമില്ല. അപ്പൊ ഈ ഫണ്ട് തടഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് നമുക്ക് എന്തുകൊണ്ടും ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഇങ്ങനെയുള്ള നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിന്, നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ തീരുമാനിക്കാൻ മറ്റൊരു രാജ്യത്തിന്റെ ഫണ്ടിന്റെ ആവശ്യം നമുക്കില്ല. നമുക്കെന്നല്ല മറ്റൊരു രാജ്യത്തിനുമില്ല. ഇന്ത്യ എന്ന രാജ്യം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഇലക്ഷൻ അതോറിറ്റീസിന് മറ്റു രാജ്യങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് അവരുടെ ഇലക്ഷൻ നടത്തുന്ന ഒരു പ്രോസസ് എവിടെ നമ്മൾ കാണാറില്ല. അപ്പൊ നമ്മുടെ രാജ്യത്തിന് അതിന്റെ ആവശ്യമില്ല എന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അഭിലാഷ്. ശ്രീ നിർമ്മൽ, ഇവിടെ ഇതാ ഈ ട്രേഡ് വാർ അത് അദ്ദേഹം ആരംഭിച്ചു എന്ന് മാത്രവുമല്ല അത് തുടരുക തന്നെയാണ്. ഏറ്റവും ഒടുവിൽ US ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ, സെമി കണ്ടക്ടർ ചിപ്പുകൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം തീരുവ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനമുണ്ടാകുന്നു. ഇന്ത്യൻ വിപണിയിൽ അത് പ്രതിഫലിച്ചു കഴിഞ്ഞു. സൺഫാർമയുടെയും ഓറോബിന്ദോയുടെയും ഒക്കെ ഓഹരികളിൽ ആ ഇടിവിന്ന് പ്രകടമാകുന്നുണ്ട്. അത് ഈ ഫാർമിയുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ നിന്നാണ്. അത് എത്ര ശതമാനമെന്നൊന്നും ട്രംപ് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു രാജ്യവുമായി എപ്പോഴും ഒരേ തരത്തിലുള്ള സഹകരണമേ മുന്നോട്ട് പോകൂ, ആ രാജ്യം മാത്രമാണ് ഇന്ത്യയുടെ സുഹൃത്ത് എന്നൊന്നും നയതന്ത്രത്തിലോ അല്ലെങ്കിൽ വിദേശകാര്യ ബന്ധങ്ങളിലോ നമുക്ക് സ്ഥിരീകരിക്കാനൊന്നും പറ്റില്ല. അത് കാലാനുസൃതമായി മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോഴും ഇന്ത്യ നല്ല സുഹൃത്താണ് അമേരിക്കയുടേത് എന്നതിൽ തർക്കവുമില്ല. പക്ഷേ ആ സൗഹൃദം കൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് നഷ്ടങ്ങളാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് സംശയിക്കുന്നവരുണ്ട്. എന്താണ് താങ്കളുടെ നിഗമനം? ട്രംപിനെ ഒരു നയതന്ത്രജ്ഞനായിട്ട് ഞാൻ കാണുന്നില്ല, അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിട്ടാണ് കാണുന്നത്. അതിന്റെ പ്രൂഫ് എന്താന്ന് ചോദിച്ചാൽ 2016 മുതൽ 2020 വരെയുള്ള അമേരിക്കൻ എക്കോണമി എടുത്തു നോക്കിയാൽ മനസ്സിലാവും. മാത്രമല്ലല്ലോ, ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഗാസയെ കുറിച്ച് പറഞ്ഞതും അതൊരു റിയൽ എസ്റ്റേറ്റ് ഭൂമിയാണ് എന്നാണല്ലോ. തീർച്ചയായിട്ടും ട്രംപ് പറയുന്ന പല കാര്യങ്ങളും നമുക്കൊരു നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ട് തന്നെ എടുക്കാം. ഇപ്പൊ നേരത്തെ ടെസ്ല താങ്കൾ സൂചിപ്പിച്ചു. ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ പലതവണ പല ചർച്ചകളിലും പറഞ്ഞാണ്, ശ്രീ വിൻസൻ സേവറിനൊക്കെ
തീർച്ചയായിട്ടും അറിയാം. അതായത് രണ്ട് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഹാർലി ഡേവിഡ്സൺ ബൈക്ക് നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്നു 106% ടാക്സ്, റോയൽ എൻഫീൽഡ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, എത്ര ടാക്സ് നിന്നും ഗസ് ചെയ്യാവും, 2.5% ടാക്സ്. ഇത്രയും വലിയ ഡിസ്പാരിറ്റി കാണുന്ന ഏതൊരു പ്രസിഡന്റും ആഗ്രഹിക്കത്തില്ല. റെസിപ്രോക്കൽ വേണ്ട, എനിക്ക് 100% വേണം, 10% ഞാൻ കൂട്ടട്ടെ എന്ന് ഏതൊരു പ്രസിഡന്റും ആഗ്രഹിക്കും. പക്ഷെ അതിനകത്ത് പാർഷ്യലായിട്ട് ഞാൻ ശ്രീ ബിജു തട്ടില പറഞ്ഞ ഒരു കാര്യം അംഗീകരിക്കുന്നു. അതായത് ഇന്ത്യ പൂർണ്ണമായിട്ട് ഡെവലപ്ഡ് ആയിട്ടൊരു കൺട്രി അല്ല. നമുക്കതൊരു ദോഷം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ ദോഷം ചെയ്യും. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ വിൻസെന്റ് സേവർ പറഞ്ഞാണ് അതിന്റെ ശരി. ഇതിനകത്തെല്ലാം രണ്ട് ആർഗ്യുമെന്റ്, ഒരു ഇമോഷണൽ ആർഗ്യുമെന്റോട്ട് ഒരു പ്രാക്ടിക്കൽ ആർഗ്യുമെന്റ്. പ്രാക്ടിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ശ്രീ വിൻസെന്റ് സേവർ പറഞ്ഞാണ്, അതായത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആണ്, അദ്ദേഹത്തിന് അമേരിക്ക ഫസ്റ്റ് ആണ്, അദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളുടെ കാര്യം എക്കോണമിയാണ് നോക്കേണ്ടത് എന്നുള്ളത് ഒന്ന്. രണ്ട്, നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ ജസ്റ്റ് പറയാം. റിസ്ട്രെയിന്റെ കാര്യത്തിൽ പല തർക്കങ്ങളും ഇടവേള സമയത്ത് പോലും നടന്നു. ഞാനത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു, പല പെർസ്പെക്ടീവ്സും കിട്ടി. നിങ്ങളുടെ 5 മിനിറ്റ് പോയെന്ന് ഞാൻ പറയത്തുള്ളൂ, ആ സമയത്ത് ഇടവേള കൊടുക്കാൻ പാടില്ല. അപ്പം കാര്യം ഇതാണ്, ഒരു ചെറിയ ഉദാഹരണം പറയാം. ട്രംപിന് അദ്ദേഹത്തിന്റെ രാജ്യം വലുതുപോലെ എനിക്കും എന്റെ ശമ്പളം പ്രധാനപ്പെട്ടതാണ്, ശമ്പളമില്ല. ബ്രേക്ക് കൊടുക്കാൻ ഒരു കാര്യം ശ്രീ മിഥുൻ പറഞ്ഞതിലോട്ട് ആഡ് ചെയ്യാം. ഈ റിസ്ട്രെയിന്റെ ആവശ്യം അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. രണ്ടാമത്തെ ഫ്ലൈറ്റില് US ഇങ്ങോട്ട് വിട്ട രണ്ടാമത്തെ ഫ്ലൈറ്റിൽ 2 പേരുണ്ട്. താങ്കൾക്ക് വായിച്ചു നോക്കാം, സന്ദീപ് ആൻഡ് പ്രദീപ്, പഞ്ചാബിലെ പട്യാലയിൽ നിന്നുള്ള ആളുകളാണ്. 2023 പട്യാലയിൽ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം അവർ നാട് വിട്ട് അമേരിക്കയ്ക്ക് പോകുന്നു. ബാക്കി എല്ലാ ആളുകളുടെയും തിരിച്ചു വന്നപ്പോഴത്തേക്കും ഫാമിലിയാണ് കാത്തുനിന്നെങ്കിൽ ഇവരെ കാത്തുനിന്ന പോലീസ് ജീപ്പാണ്. അങ്ങനെ ക്രൈം റെക്കോർഡ് ഉള്ള ആളുകളെ കൊണ്ടുവരും കൂടെയാണ്. അപ്പൊ റീസണബിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കാം, അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം, ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കാം, ഇങ്ങനെയുള്ള സാധ്യതകളില്ലേ. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും റിസ്ട്രെയിൻ ചെയ്യാതെ പറ്റില്ല. അതിന്റെ അകത്ത് ശ്രീ വിൻസെന്റ് സേവറും കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഇന്ത്യയെ മാത്രമല്ല, മെക്സിക്കോ ഉണ്ട്, ഗോട്ടിമാല ഉണ്ട്, എൽ സാൽവഡോർ ഉണ്ട്, എല്ലായിടത്തും ഒരേപോലെയാണ്. ഒരിടത്തും ഒരു ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടില്ല, ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റും കണ്ടില്ല. മറ്റൊരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാം. മെക്സിക്കോയുടെ കേസ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ആരിസോണയിലോട്ടോ കാലിഫോർണിയയിലോട്ടോ മെക്സിക്കോ എന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയ്ക്ക് പോകുന്ന അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളത് അവർക്ക് ഫ്ലൈറ്റ് വിട്ടോ റോഡ് മാർഗമോ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. അത് എക്സ്പെൻസീവ് അഫെയർ അല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 10,000 പേരെ തന്നെ കൊണ്ടുവരണമെങ്കിൽ US ഈ അളവിൽ പോയി കഴിഞ്ഞാൽ 180 ഫ്ലൈറ്റ് വിടണം. ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്റെ 5 ഇരട്ടി ചെലവ് മുടക്കിയാണ് ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം അത്രമാത്രം ചെലവ് മുടക്കി ഇന്ത്യക്ക് കൊണ്ടുവരാൻ താങ്ങാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ മാത്രമല്ല 10,000 എന്നുള്ള ഇപ്പോഴത്തെ കണക്കാണ്. പ്യൂ റിസർച്ചിന്റെ കണക്ക് 7 ലക്ഷമാണ്. മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് 3.5 ലക്ഷമാണ്. അവരുടെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്ക് 2.25 ലക്ഷമാണ്. എത്രയൊക്കെ ആണെങ്കിലും ഇതൊക്കെ വലിയ നമ്പറാണ്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു പ്രാക്ടിക്കൽ നമ്പറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും ലോകക്രമം മാറിക്കൊണ്ടേയിരിക്കും. അതിനിടയിലാണ് അമേരിക്കയുടെ ഭരണമാറ്റം ഉണ്ടാകുന്നത്. ദീർഘകാലമായി ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ്. ഈ ഭരണമാറ്റം ഏത് തരത്തിലാണ് ഇന്ത്യയിൽ പ്രതിഫലിക്കുക എന്നത് ഇന്നോ നാളെയോ അറിയാൻ പറ്റുന്ന ഒന്നല്ല. അതിന് കുറച്ചു കാലം കൂടി നമുക്ക് കാത്തിരിക്കണം. അതിനിടയിൽ കടന്നു വരുന്ന വിഷയങ്ങൾ തീർച്ചയായും കേരളത്തിൻ്റെ പൊതുസമൂഹവും ഇന്ത്യയിലെ ജനങ്ങളുമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇലോൺ മസ്ക് മായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം, അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണമായി പ്രത്യേകിച്ച് ഇന്ത്യയിലെ നികുതിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രതികരണം, ഒപ്പം അനധികൃത കുടിയേറ്റക്കാരെ എങ്ങനെയാണ് കയറ്റിവിടുന്നത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസ് തന്നെ പുറത്തുവിട്ട സാഹചര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.